മറ്റുള്ള വിദ്യാഭ്യാസ അഡ്മിഷൻ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് മെഡിക്കൽ സ്റ്റുഡിയോക്ക് ഇന്ന് ഓഫർ ചെയ്യാനുള്ളത്? 2007 ഞാൻ പഠിക്കുന്ന സമയത്താണ് അഡ്മിഷൻ കാര്യങ്ങളിലും അതിൻ്റെ ബേസ് ആയിട്ടുള്ള വർക്ക് എന്താണ് കോളേജ് അഡ്മിഷൻ, എന്തൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുകയും ഞങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ പല അഡ്മിഷൻസിനും പല എലിജിബിലിറ്റി, പല അഡ്മിഷൻ പ്രോസസ്സ്, ഫീസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം മെഡിക്കലിൻ്റെ വളരെ സങ്കീർണമായ പ്രക്രിയകളാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തും ഇതുപോലെ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി എക്സാംസും സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ 2014 അതിനുശേഷം വന്ന നീറ്റ് പ്രോസസ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡിയോ .in എന്ന് പറയുന്ന ഒരു കമ്പനി ഫുള്ളി ഫോക്കസ് ചെയ്ത് കുട്ടികൾക്കും പാരൻസിനും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾക്കും സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 2023 2023 ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആയിട്ട് കേരളത്തിൽ ഒരു ഹെഡ് ഓഫീസ് എന്ന ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ കോർപ്പറേറ്റ് ഓഫീസ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സബ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്കും മറ്റ് സ്റ്റേറ്റിലെ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും തമിഴ്നാട്, കർണാടക, കേരള, നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവർക്കൊക്കെ വേണ്ടുന്ന സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.